ഹായ്. അപ്പോഴേ നമ്മളിതേപോലെ ഫ്രൈ പാനുകളൊക്കെ മേടിക്കുമ്പോഴത്തേനും അതിൻ്റെ സ്ക്രൂ ലൂസാകാറുണ്ടല്ലേ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ നമുക്കിത് ഇതേപോലെ ഈ ഒരു ഭാഗത്ത് ആ ഒരു ആണിക്കകത്ത് നമ്മൾ ടൂടെക്സോ അതല്ലെങ്കിൽ സ്ക്രബ്ബർ, നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതൊന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം മുറുക്കിയിട്ടേ നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഏത് പാനാണെങ്കിലും നമുക്ക് അതേപോലെ ചെയ്തെടുക്കാവുന്നതാണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ തടിത്തവകളൊക്കെ ഉണ്ടല്ലോ, വുഡിൻ്റെയൊക്കെ, അപ്പോൾ അത് കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോഴത്തേനും അത് ചീത്തയാകാറുണ്ട്. അപ്പോൾ അതിനകത്ത് അതൊന്ന് തേച്ച് കഴുകി ഉണക്കിയതിന് ശേഷം നമ്മളൊന്ന് എണ്ണ തടവി വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് പായലോ പൂപ്പലോ ഒന്നും തന്നെ അടിക്കത്തില്ല. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മളിതുപോലെ മേടിക്കുന്ന കുപ്പി എപ്പോഴും വഴുതി പോകാറുണ്ടല്ലേ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കുപ്പിയുടെ ആണെങ്കിലും ഏതും. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് പൗഡർ കയ്യിലിട്ടതിന് ശേഷം ഒന്ന് നമ്മൾ അതിൻ്റെ കുപ്പിയുടെ പുറത്ത് ഇതേപോലെ പിടിക്കുകയാണെങ്കിൽ വഴുതി പോകത്തില്ല കേട്ടോ. അപ്പോൾ കുപ്പിയൊക്കെ ആണെങ്കിൽ കയ്യിൽ നിന്ന് വീണൊക്കെ പൊട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ പൗഡർ കയ്യിൽ തേച്ചതിന് ശേഷം നമ്മൾ കുപ്പി പിടിക്കുകയാണെങ്കിൽ വഴുതി പോകത്തില്ലേ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട്. ടിപ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക.